ഇവിടെ മറ്റു മതങ്ങളെ കുറ്റം പറയുന്നതല്ല കേട്ടോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ അങ്ങനെ താഴ്ത്തി കിട്ടുന്നതായിട്ട് തോന്നരുത്. ഇവിടെ മറ്റുള്ള ആഘോഷങ്ങൾ ഒക്കെ വരുമ്പോൾ സാധാരണ മദ്യത്തിൻ്റെ കണക്കാണ് ഗവൺമെൻറ് ആണെങ്കിലും പറയുന്നത്. ഇത്ര കോടി രൂപയുടെ മദ്യം വിറ്റു ഓണത്തിന്, അല്ലെങ്കിൽ ക്രിസ്തുമസ് വന്നപ്പോൾ ഇത്ര കോടി രൂപയുടെ മദ്യത്തിൽ കേരളം ടാർജറ്റിൽ കൂടുതൽ, ഉദ്ദേശിച്ചതിലും കൂടുതൽ വിറ്റുവരവുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഘോഷം. പക്ഷേ ഇത് ബക്രീദും റംസാനൊക്കെ വരുമ്പോൾ ഇങ്ങനെ മിണ്ടാൻ കഴിയില്ല. കാരണം മദ്യത്തിൻ്റെ ഒരു ചെലവിലേക്കും ഒരു കണക്കും എഴുതാൻ ഈ രണ്ടാഘോഷങ്ങൾക്കും നിൽക്കാൻ കഴിയില്ല. ഇവിടെ അരിയുടെ കണക്കാണ് വരുന്നത്. ഒരു റംസാൻ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അരി ആ മാസം ചിലവ് കുറയും, കാരണം ഭക്ഷണം കഴിക്കൽ കുറയുള്ളൂ. പക്ഷേ പെരുന്നാളിൻ്റെ തലേ ദിവസം വരുമ്പോൾ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ഇവിടെ 88 ലക്ഷം മുസ്ലിങ്ങളുണ്ട്. അതിൽ 75 ലക്ഷം മുസ്ലിങ്ങൾ തന്നെ ഈ ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു അവകാശമാണത്. പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട അവകാശമാണത്. എല്ലാവരും ഓരോ കുടുംബത്തിലുള്ള, ഇപ്പോൾ 4 പേരുണ്ടെങ്കിൽ 2,500 വെച്ച് ഒരാൾക്ക് 10 കിലോ അരി കൊടുക്കണം. അത് ഒരു അംഗത്തിന് 2,500 അരി വെച്ച് 2.5 കിലോ അരി വെച്ച് പാവപ്പെട്ടവർ കൊടുക്കേണ്ടത് ബാധ്യതയാണത്. അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാർത്ഥനകൾക്കും ഒന്നിനും ഒരു ഫലം ഉണ്ടാവില്ല, അത് തടഞ്ഞു വയ്ക്കപ്പെടും. അതാണ് വിശ്വാസം. ആ പാവപ്പെട്ടവർക്ക് ഇത് കൊടുത്താലാണ് നമ്മുടെ ഈ പ്രാർത്ഥനകളും എല്ലാം. ഇപ്പോൾ ഒരു മാസം ഈ മുസ്ലിങ്ങൾ ത്യാഗം ചെയ്ത് നോമ്പ് പിടിക്കുന്നു, അതിൻ്റെയൊക്കെ പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ആകാശത്ത് തങ്ങി നിൽക്കും എന്നുള്ളതാണ് വിശ്വാസം. അത് ദൈവത്തിനടുത്തേക്ക് പോകണമെങ്കിൽ ഇവർക്കുള്ള, പാവപ്പെട്ടവർക്കുള്ള ആ അരി നൽകണം. അരി എന്ന് പറഞ്ഞാൽ വേറൊരു രാജ്യത്ത് ഗോതമ്പാണെങ്കിൽ ഗോതമ്പ്, ഏത് ധാന്യങ്ങളാണോ ഉപയോഗിക്കുന്നത് ആ ധാന്യം ഒരാൾക്ക് 2.5 കിലോ വെച്ച് കൊടുത്തിരിക്കണം. ഇവിടെ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ, ഇപ്പോൾ കേരളത്തിനെ പറ്റി കണക്ക് കൂട്ടുമ്പോൾ 75 ലക്ഷം ആളുകൾ ഇവിടെ അരി 1,95 ലക്ഷം കിലോ വരും ഒരു വർഷം. അതായത് ആ ഒരു ദിവസം കൊടുക്കേണ്ട അരി, അത്ര വലിയ അരിയുടെ കണക്കാണ് വരുന്നത്. അത്ര അരി ചിലവാകും. അത് എല്ലാ മാർക്കറ്റിൽ നിന്നും ആളുകൾ വാങ്ങിക്കുന്നു. എല്ലാ അരി മില്ലുകൾക്കും ഇത് വലിയൊരു ചാകരയാണ്, കാരണം ഇത്ര അരി ചിലവാണ്. അപ്പം ഇതുകൊണ്ട് അരി കമ്പനിക്കാരൊക്കെ ഈ റംസാൻ വരുമ്പോൾ മദ്യ കമ്പനിയല്ല ഇവിടെ വിപുലപ്പെടുന്നത്, അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുന്നത് അരി കമ്പനിയാണ്. അരി ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് നല്ല കൊയ്ത്തരിക്കും. കാരണം ഈ മുസ്ലിങ്ങൾ വാങ്ങിക്കുന്ന അരി ഏതാണ്ട് 1,95 ലക്ഷം കിലോ അരിയാണ് വേണ്ടി വരുന്നത്. അപ്പോൾ അതാണ് ഈ റംസാൻ്റെ ഒരു പ്രത്യേകത. ആ റംസാൻ വരുമ്പോൾ അരി കമ്പനികളൊക്കെ ഒരുപാട് അരികൾ ഉണ്ടാക്കി വെച്ചിരിക്കും, കാരണം ഇവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് നമ്മൾ കാണേണ്ടത്. ഈ മറ്റുള്ള ആഘോഷങ്ങളിൽ മദ്യത്തിന് ചെലവ് വരുമ്പോൾ, റംസാൻ വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന ധാന്യത്തിന് വലിയൊരു മാർക്കറ്റ് ഉണ്ടാവുകയാണ്. അത് വലിയൊരു ഐശ്വര്യമല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്.